ഹലോ, വെൽക്കം ബാക്ക് ടു സ്റ്റേ സൈക്കി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്കിംഗ് മെമ്മറി മോഡലിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താണ് വർക്കിംഗ് മെമ്മറി മോഡൽ എന്നുള്ളത് നോക്കി. ആൻഡ് അതിലെ രണ്ട് കോമ്പണൻസ് ആയിട്ടുള്ള ഫോണോളജിക്കൽ ലൂപ്പും വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡും നോക്കി. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേറെ രണ്ട് കോമ്പണൻ്റാണ്. ലൈക്ക് വർക്കിംഗ് മെമ്മറിയിലെ വേറെ രണ്ട് കോമ്പണൻ്റ് ആയിട്ടുള്ള സെൻട്രൽ എക്സിക്യൂട്ടീവ് ആൻഡ് എപ്പിസോഡിക് ബഫർ എന്ന് പറയുന്ന രണ്ട് ടോപ്പിക്കാണ്. ആൻഡ് അതുപോലെ തന്നെ വർക്കിംഗ് മെമ്മറിയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് നമ്മൾ ഒരു മാനിപ്പുലേഷൻ, ഷോർട്ട് ടൈം മെമ്മറി ആണെങ്കിൽ പോലും അവിടെ മാനിപ്പുലേഷൻസ് സംഭവിക്കുന്നുണ്ട്. അതാണ് വർക്കിംഗ് മെമ്മറിയും അതുപോലെ തന്നെ ഷോർട്ട് ടൈം മെമ്മറിയും തമ്മിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെൻട്രൽ എക്സിക്യൂട്ടീവ് ഫങ്ഷൻ എന്താണെന്നാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സെൻട്രൽ എക്സിക്യൂട്ടീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണോളജിക്കൽ ലൂപ്പിനെ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡിനെയും അതുപോലെ തന്നെ എപ്പിസോഡിക് ബഫറിനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റിനെയാണ് നമ്മൾ സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ നമ്മളിപ്പോൾ എപ്പിസോഡിക് ബഫർ എന്താണെന്ന് പറയണം. എപ്പിസോഡിക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 ഇയേഴ്സിന് ശേഷമാണ് അലൻ ബാഡ്ലി ഈ ഒരു കോമ്പണൻറ്റ് വർക്കിംഗ് മെമ്മറിയിൽ കൊണ്ടുവന്നത്. ഇതൊരു ഫോർത്ത് കോമ്പണൻ്റ് ആയിട്ടാണ് വർക്കിംഗ് മെമ്മറിയിൽ പറയുന്നത്. എപ്പിസോഡിക് ബഫർ ഒരു ടെമ്പററി സ്റ്റോർ ഹൗസ് ആണ് എന്നാണ് പറയുന്നത്. വേർ വി ക്യാൻ ഗ്യാദർ ആൻഡ് കമ്പൈൻ ഇൻഫോർമേഷൻ ഫ്രം ഫോണോളജിക്കൽ ലൂപ്പ് ആൻഡ് വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ്. അതുപോലെ തന്നെ ലോങ് ടൈം മെമ്മറിയിൽ നിന്നും ഫോണോളജിക്കൽ ലൂപ്പിൽ നിന്നും വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡിൽ നിന്നും ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്ത് കമ്പൈൻ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റോർ ഹൗസാണ് നമ്മുടെ എപ്പിസോഡിക് ബഫർ. ഓക്കെ, അലൻ ബാഡ്ലി അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ തിയറിയിൽ സെൻട്രൽ എക്സിക്യൂട്ടീവാണ് പ്ലാൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നതൊക്കെ കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ്. The theory also stated that central executive did not actually store any information. അപ്പോൾ അത് സ്റ്റോർ ചെയ്യുന്നില്ല എന്നുള്ളതും പറയുന്നുണ്ട്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാഡ്ലി therefore proposed episodic buffer as a component of working memory where auditory visual spatial information can combined with the information from ലോങ് ടൈം മെമ്മറി. അപ്പോൾ ആ ഒരു സ്റ്റോർ ഹൗസായിട്ട് കണക്ട് ചെയ്യുന്നത് എന്താണെന്നുള്ളതിന് ലാസ്റ്റായിട്ട് പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കൊണ്ടുവന്നിട്ടുള്ളതാണ് എപ്പിസോഡിക് ബഫർ എന്ന് പറയുന്ന ഒരു സാധനം. ദിസ് അറേഞ്ച്മെൻറ്റ് ഹെൽപ്സ് ടു സോൾവ് തിയററ്റിക്കൽ പ്രോബ്ലം ഓഫ് ദി വർക്കിംഗ് മെമ്മറി. ഇതെന്ത് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ വർക്കിംഗ് മെമ്മറിയിൽ തിയററ്റിക്കൽ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റ്സ് ഇൻഫോർമേഷൻ ഫ്രം ഡിഫറെൻറ്റ് മൊഡാലിറ്റീസ്, പല മൊഡാലിറ്റീസിലെ ഇൻഫോർമേഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഈ എപ്പിസോഡിക് ബഫറാണ് മാനിപ്പുലേഷൻ ഓഫ് ഇൻഫോർമേഷനും അതുപോലെ ലൈക്ക് നമ്മുടെ ഏർലിയർ എക്സ്പീരിയൻസസ് വെച്ചിട്ട് ഒരു പുതിയ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഇൻ്റർപ്രറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്യൂച്ചർ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാനുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പ്രീവിയസ്ലി എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് റീകളക്ട് ചെയ്യുന്നു. യു മൈറ്റ് റിവ്യൂ this event and try to figure out whether your friends seemed offended. Naturally, you will need to access some information from your long-term memory about your friend customary behavior. Okay, അതായത് നമ്മൾ ലോങ് ടൈം മെമ്മറിയിൽ നിന്ന് കൂടി എടുക്കുന്നുണ്ട് ഇവിടെ മാനിപ്പുലേഷൻ ഓഫ് ഇൻഫോർമേഷന് വേണ്ടിയിട്ട്. Okay, the episodic buffer therefore allows you to temporarily store and integrate information from the phonological loop and the visual spatial sketch pad. This episodic buffer allows you to create a richer, more complex representation of an event. This complex representation can be stored in the long term memory. ഈ കോംപ്ലക്സ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ് വേണ്ടി നമ്മൾ ലോങ് ടൈം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു.
Episodic buffer can be accessed by central executive through the medium of conscious awareness. നമ്മുടെ കോൺഷ്യസ് അവയർനെസ് വഴിയാണ് എപ്പിസോഡിക് ബഫർ ആക്സസ് ചെയ്യുന്നത്. The executive can further influence the content of the store by attending to any given source of information were perceptual from other component of working memory or from long-term memory. As such, the buffer provides not only a mechanism for modeling the environment but also for creating new cognitive representation which in turn might facilitate problem solving. അപ്പോൾ എന്തിനാണ് നമ്മുടെ എപ്പിസോഡിക് ബഫർ ഹെൽപ്പ് ചെയ്യുന്നത്? മാനിപ്പുലേഷൻ ഓഫ് ഇൻഫർമേഷൻ, അതുപോലെ തന്നെ റെപ്രസെൻറ്റേറ്റ് ഒരു പുതിയൊരു ന്യൂ കോഗ്നിഷൻ ക്രിയേറ്റ് ചെയ്യാനായി, റെപ്രസെൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ, നമ്മുടെ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട്, നമ്മുടെ ലോങ് ടൈം മെമ്മറിയിലേക്ക് ഇതൊക്കെ ഈ റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് നമ്മുടെ എപ്പിസോഡിക് ബഫർ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് സെൻട്രൽ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ നോക്കാം. നമ്മുടെ ഈ സെൻട്രൽ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ഫോം ചെയ്തതിന് ശേഷമാണ് എപ്പിസോഡിക് ബഫർ എന്താ പറയുക പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിലോട്ട് വരുന്ന ഒരു കോമ്പണൻ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ എക്സിക്യൂട്ടീവിലോട്ട് വരുന്ന ഒരു കോമ്പണൻ്റാണ് നമ്മുടെ എപ്പിസോഡിക് ബഫർ. ഫോണോളജിക്കൽ ലൂപ്പും എപ്പിസോഡിക് ബഫറും വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡും ഇത് നമ്മുടെ സെൻട്രൽ എക്സിക്യൂട്ടീവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡിക് ബഫർ പറഞ്ഞതിന് ശേഷം സെൻട്രൽ എക്സിക്യൂട്ടീവിലോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതാണ് നമ്മുടെ സെൻട്രൽ എക്സിക്യൂട്ടീവാണ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നത്. ഫോണോളജിക്കൽ ലൂപ്പിൽ നിന്നും വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡിൽ നിന്നും എപ്പിസോഡിക് ബഫറിൽ നിന്നും ലോങ് ടേം മെമ്മറിയിൽ നിന്നൊക്കെ എടുക്കുന്ന ഇൻഫോർമേഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നത് എവിടെ വെച്ചാണ്? സെൻട്രൽ എക്സിക്യൂട്ടീവിൽ വെച്ചിട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് എ സെൻട്രൽ എക്സിക്യൂട്ടീവ്. അപ്പോൾ അതിനൊരു എക്സിക്യൂട്ടീവാണ്. സോ അതെന്തൊക്കെയാണ്, അതിൻ്റെ മേജർ റോൾ എന്തൊക്കെയാണ്? ഫോക്കസിങ് അറ്റൻഷൻ, planning strategies, transforming information and coordinating behavior. എന്തൊക്കെയാണ്? അറ്റൻഷൻ ഫോക്കസ് ചെയ്യുക, സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യുക, ഇൻഫോർമേഷൻസ് ട്രാൻസ്ഫോം ചെയ്യുക, അതുപോലെ ബിഹേവിയർ കോർഡിനേറ്റ് ചെയ്യുക. സെൻട്രൽ എക്സിക്യൂട്ടീവ് എങ്ങനെയാണ് ഒരു സ്ലേവ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് പോലെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അതായത് സെൻട്രൽ എക്സിക്യൂട്ടീവ് പുട്ട് ഇൻഫോർമേഷൻ ടു എനി ഓഫ് ദി സ്ലേവ് സിസ്റ്റം ഓർ റിട്രീവ് ഇൻഫോർമേഷൻ. അതായത് എവിടെ നിന്ന് വേണമെങ്കിലും സ്ലേവ് സിസ്റ്റത്തിനോട് ഇൻഫോർമേഷൻ കൊടുക്കും, അവിടെ നിന്ന് റിട്രീവ് ചെയ്തെടുക്കും. ഇറ്റ് ക്യാൻ ഓൾസോ ട്രാൻസ്ലേറ്റ് ഇൻഫോർമേഷൻ ഫ്രം, അതായത് ഇത് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഇൻഫോർമേഷൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെ ഒരു ടെമ്പററി സ്റ്റോർ ഓഫ് ഇൻഫോർമേഷൻ എന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു ആര്? ബാഡ്ലി പ്രപ്പോസസ് ദാറ്റ് ദ സെൻട്രൽ എക്സിക്യൂട്ടീവ് വർക്ക്സ് ലൈക്ക് ഇത് നമ്മളെ ഒരു എക്സിക്യൂട്ടീവ് സൂപ്പർവൈസർ, ഒരു ഓർഗനൈസേഷനിലെ എക്സിക്യൂട്ടീവ് സൂപ്പർവൈസർ എന്നുള്ള രീതിയിലാണ് നമ്മുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ്സിനെ നമ്മുടെ ബാഡ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊരു മെറ്റഫറായിട്ട് എക്സിക്യൂട്ടീവ് സൂപ്പർവൈസർ ഇൻ എൻ ഓർഗനൈസേഷൻ എന്നുള്ള മെറ്റഫർ വെച്ചിട്ടാണ് ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് നമ്മുടെ എന്തെങ്കിലും വിച്ച് ഇഷ്യൂസ് ഡിസേർവ്സ് അറ്റൻഷൻ, വിച്ച് ഷുഡ് ബി ഇഗ്നോർഡ്, നമ്മുടെ അറ്റൻഷനിൽ എന്തൊക്കെ കൊടുക്കണം, എന്തൊക്കെ കൊടുക്കണ്ട, എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം, എന്തൊക്കെ ഇഗ്നോർ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെയാണ്. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി സെലക്ട് ചെയ്യുക, ഫിഗറിങ് ഔട്ട്, നമ്മളെങ്ങനെയാണ് ഈ പ്രോബ്ലം ടാക്കിൾ ചെയ്യുന്നതെന്ന് ഫിഗർ ഔട്ട് ചെയ്യാം. ആൻഡ് ഓൾസോ നമ്മൾ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്ന സമയത്തും നമ്മുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. A good executive, also known as not to keep repeating a strategies that doesn't work. അപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാമല്ലേ ഈ പ്രോബ്ലത്തിന് ഈ സൊല്യൂഷൻ പറ്റില്ല, ആൻഡ് ദിസ് ഇസ് എ റിപ്പീറ്റിംഗ് സ്ട്രാറ്റജി ആൻഡ് ദിസ് ഇസ് നോട്ട് വർക്ക് ഇൻ ദിസ് സിനാരിയോ ആൻഡ് ദിസ് സിറ്റുവേഷൻ. സോ അത് റിപ്പീറ്റ് ചെയ്യാതെ നോക്കുന്നതും ആരാണ്? നമ്മുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സിസ്റ്റമാണ്. Furthermore, any executive in an organization, the central executive has a limited ability to perform simultaneous task. അതായത് നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ എക്സിക്യൂട്ടീവിന് എന്ന പോലെ തന്നെ നമ്മുടെ ഈ എക്സിക്യൂട്ടീവ് സിസ്റ്റത്തിനും സൈമൾട്ടേനിയസ്ലി എല്ലാ ടാസ്കും ചെയ്യാൻ പറ്റില്ല. Our executive system cannot make numerous decisions at the same time and it cannot work efficiently
ഓൺ ടു സൈമൾട്ടേനിയസ് പ്രോസസ്സസ്. രണ്ട് സൈമൾട്ടേനിയസ് പ്രോസസ്സ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ട് വളരെയധികം ഉണ്ടായിരിക്കുന്നതാണ്. ലൈക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് എല്ലാത്തിനും ഡിസിഷൻ കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിരിക്കും. ആൻഡ് ഇതിനൊരു എവിഡൻസ് പറയുന്നത് സെൻട്രൽ എക്സിക്യൂട്ടീവ് ആൻഡ് ഡേ ഡ്രീമിങ്. ഈ ഡേ ഡ്രീമിങ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഈ സെൻട്രൽ എക്സിക്യൂട്ടീവ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നുണ്ട്. ഒരു സ്റ്റഡിയാണ് അറ്റ് ദിസ് വെരി മൊമെൻറ്റ് യു മേ ബി എൻഗേജിങ് ഇൻ എ സ്ലൈറ്റ്ലി എംബാരസിങ് ആക്ടിവിറ്റി വി ടിപ്പിക്കലി കോൾഡ് ഡേ ഡ്രീമിങ്. അതൊരു സ്റ്റഡി നടത്തിയതാണ്. ഒരു ഡേ ഡ്രീമിങ് ആക്ടിവിറ്റി കൊടുക്കുകയാണ്. റൈറ്റ് നൗ യു മേ ബി തിങ്കിങ് അബൌട്ട് ടി വി ഷോ യു സോ last night or what you will be doing next weekend rather than the words that your sensory receptors are currently registering. Daydreaming requires the active participation of your ഞാൻ പറഞ്ഞതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. നമ്മുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് സിസ്റ്റം ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് ഡേ ഡ്രീമിങ് എന്ന് പറയുന്നത്. കാരണം അത് അത്രയും ആക്റ്റീവായിട്ട് നമ്മളതിൽ കോൺഷ്യസ് ആയിട്ടുള്ള കൊടുക്കുന്ന സംഭവം ഡേ ഡ്രീമിങ് എന്ന് പറയുന്നത്. ഒരു ടിസറ്റൽ ആൻഡ് ഹിസ് കോളീഗ്സ് അവർ ഒരു സ്റ്റഡി നടത്തി. റാൻഡം നമ്പർ ജനറേഷൻ ടാസ്ക് എന്നാണ് ആ സ്റ്റഡിയുടെ പേര്. അവിടെ റിസർച്ച് പാർട്ടിസിപ്പൻസിന് ദേ സപ്ലൈ 1 digit every second ഇൻ എ റാൻഡം സീക്വൻസ്. ഒരു ഡിജിറ്റ് ഓരോ സെക്കൻഡ്സിലും അവർ കൊടുത്തു, ഒരു റാൻഡം സീക്വൻസിലായിട്ട്. ആൻഡ് അപ്രോക്സിമേറ്റ്ലി എവറി 2 minutes, ഓരോ 2 മിനിറ്റിന് ശേഷം അതിനെ ഇൻട്രാപ്റ്റ് ചെയ്തിട്ട് അവരെടുത്ത് അവർക്ക് തോന്നിയ തോട്ട്സ് എഴുതി വയ്ക്കാൻ പറഞ്ഞു. ദ റിസർച്ചർ ദെൻ ഇൻസ്പെക്റ്റഡ് ദ ട്രയൽസ് ഓൺ വിച്ച് ദ പാർട്ടിസിപ്പൻസ് റിപ്പോർട്ടഡ് ദേ ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് ദ നമ്പേഴ്സ്. എത്ര പേര് ആ നമ്പേഴ്സ് തിങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. On those trials, the research showed that the participant has been able to successfully generate a random sequence of numbers. In contrast, when the participant reported daydreaming, their number sequence were far from random. അതായത് ഡേ ഡ്രീമിങ്ങിൽ പോവാത്തവർക്ക് ഒരു റാൻഡം സീക്വൻസ് ഫോം ചെയ്യാൻ കഴിയുകയും, പക്ഷേ ഡേ ഡ്രീമിങ്ങിലോട്ട് പോയവർക്ക് അവരുടെ ഒരു ലാർജ് പോർഷൻ ഓഫ് ദി റിസോഴ്സും എന്താണ് സെൻട്രൽ എക്സിക്യൂട്ടീവ് സിസ്റ്റം സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ് അവിടെ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ അവർക്ക് ഈ ഒരു ടാസ്ക് ചെയ്യാൻ പറ്റാതെയായി. അപ്പോൾ അവർക്കൊരു റാൻഡം സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെയുമായി. എൻ്റെ ന്യൂറോ റിസർച്ചസ് എല്ലാം ഇതിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഫോണോളജിക്കൽ ലൂപ്പിന് വിഷ്വൽ സ്കെച്ച് പാഡിനൊക്കെ ഇഷ്ടംപോലെ റിസർച്ച് ഫൈൻഡിങ്സ് വന്നു ന്യൂറോ സയൻസിലായിട്ട്. ബട്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്ലിയർ കട്ടായിട്ടുള്ള എവിഡൻസസ് ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെയധികം ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബട്ട് ദ ഫ്രണ്ടൽ ലോബ് ഓഫ് ദ കോർട്ടെക്സ് ഈസ് മോസ്റ്റ് ആക്റ്റീവ് പോർഷൻ ഓഫ് ദ ബ്രെയിൻ വെൻ പീപ്പിൾ വർക്ക് ഓൺ എ വെറൈറ്റി ഓഫ് സെൻട്രൽ എക്സിക്യൂട്ടീവ് ടാസ്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടൽ ലോബാണ് കൂടുതൽ ആക്ടിവേറ്റ് ആവുക എന്നുള്ളത് മാത്രമാണ് നമുക്കവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ദിസ് ഓൾസോ ടഡ് ബാഡ്ലി ഹാനൻ കിം ആൻഡ് സ്മിത്ത് ആൻഡ് ജോർജസിൻ്റെ സ്റ്റഡീസിലായിരുന്നു. അപ്പം നമ്മൾ എപ്പിസോഡിക് ബഫർ എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ സെൻട്രൽ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ നോക്കി. നേരത്തെ ക്ലാസ്സിൽ നമ്മൾ ഫോണോളജിക്കൽ ലൂപ്പും അതുപോലെ തന്നെ പിന്നെ വിഷ്വൽ സ്കെച്ച് പാഡും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം വിഷ്വൽ സ്പീഷ്യൽ എന്ന് പറയുമ്പോൾ ആ വിഷ്വൽ സ്പീഷ്യൽ എന്ന് പറഞ്ഞ ആ ഒരു തമ്മിലുണ്ട് വിഷ്വലും സ്പീഷ്യലുമായിട്ടുള്ള കോർഡിനേഷനെയാണ് അവിടെ പറയുന്നത്. ആൻഡ് പിന്നെ വരുന്നതാണ് ഫോണോളജി നമ്മുടെ എന്താ പറയുന്നത്, ഫോണോളജി പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട്, നമ്മുടെ സ്പീച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ, അതിനെ കുറിച്ചിട്ടാണ് അവിടെ ഫോണോളജിക്കൽ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നത്. ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് വർക്കിംഗ് മെമ്മറി. The working memory system is concerned with both active processing and transient storage of information എന്ന് പറയുന്നു. സോ ഇത് കോംപ്ലെക്സ് ടാസ്കിനൊക്കെ കോഗ്നിറ്റീവ് ടാസ്കിനൊക്കെ ഇൻവോൾവ് ആകുന്നുണ്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഇതൊരു ഷോർട്ട് ടേം മെമ്മറിയുടെ ഒരു പാർഷ്യലായിട്ടുള്ള എന്തിനെ കുറിച്ചിട്ട്
ലൈക്ക് എന്താ പറയുക, ബ്രെയിൻ ഡാമേജ്ഡ് പേഷ്യൻസിൽ എന്താ പറയുക, ഷോർട്ട് ടേം മെമ്മറി ലൈക്ക് വർക്ക് ആവുന്നുണ്ട്. ഒരു പാർഷ്യൽ ഡെഫിഷ്യൻ്റ് ആണെങ്കിലും അവർക്ക് ലൈക്ക് വർക്ക് ആവുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനൊക്കെ. സോ അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആൻഡ് തേർഡ് വൺ ഈസ് വർക്കിംഗ് മെമ്മറി മോഡൽ ഇൻകോർപ്പറേറ്റ് വേർബൽ റിഹേഴ്സലിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ലൈക്ക് ഫോണോളജിക്കൽ ലൂപ്പ് നമ്പറിൽ സ്പീച്ചിലേക്ക് നമ്മുടെ വേർബലായിട്ടുള്ള സംഭവത്തിനെ കുറിച്ചിട്ട് അവിടെ പറയുന്നുണ്ട്. ലൈക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിഹേഴ്സൽ കൊണ്ട് നമുക്ക് ലൈക്ക് റിയലിസ്റ്റിക് സിറ്റുവേഷൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. വിച്ച് ഈസ് കോപ്പറേറ്റ് വിത്ത് അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ. ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇതിനൊരു ലിമിറ്റഡ് കപ്പാസിറ്റിയാണ് ഉള്ളത്. ബട്ട് ഇറ്റ് ഹാസ് എ ഹാർഡ് ടു മെഷർ ദി കപ്പാസിറ്റി. നമുക്കത് മെഷർ ചെയ്യാൻ ഹാർഡാണ്, മീൻസ് ബുദ്ധിമുട്ടാണ്. ലൈക്ക് കുറേ മൊഡാലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു, മൊഡാലിറ്റി ഫ്രീ ആണെന്ന് പറഞ്ഞു. പക്ഷേ യൂസ്ഡ് ഇൻ ന്യൂമറസ് പ്രോസസ്സിംഗ് ഓപ്പറേഷൻസ്. ബട്ട് പ്രിസൈസ് ആയിട്ടുള്ള ഒരു കൺസ്ട്രെയിൻ എന്ത് ഫങ്ഷനാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ അസ്യൂംഡ് ദാറ്റ് സെൻട്രൽ എക്സിക്യൂട്ടീവ് ഇസ് യൂണിറ്ററി, ബട്ട് ദിസ് ഇസ് ബിക്കം ഇൻക്രീസിംഗ്ലി കോൺട്രവേഴ്ഷ്യൽ. സെൻട്രൽ എക്സിക്യൂട്ടീവ് യൂണിറ്ററി ആണെന്ന് പറഞ്ഞു, പക്ഷേ അതൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യം. So I think you are clear about the working memory model. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ